നിങ്ങളൊക്കെ ആരാ? ഫൈൻ ആർട്സിൽ നിന്നാ. ഞാൻ രഘു, ഇത് ജെസ്സി. ഹായ്, മുരളീകൃഷ്ണൻ അല്ലേ? നിങ്ങൾ എന്താ ചെയ്യുന്നേ? സതീഷ് സാർ തന്ന അസൈൻമെന്റ് ആണ്. ഇത് ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. പിന്നെ അതിന് ഇയാളെന്തിനാ ഞങ്ങളെ കയറി ഭരിക്കുന്നേ? ഇവിടുത്തെ സ്റ്റാഫൊന്നും അല്ലല്ലോ. വെറുതെ ഇരുന്ന് മറക്കാനുള്ള വിചാരം ഇത് പറഞ്ഞു. ചുമ്മാ ഓരോന്ന് മനുഷ്യരെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട്. അയാള് വാതിൽ പൂട്ടിയെന്നാ തോന്നുന്നേ. നീ ഒന്ന് ചെന്ന് നോക്ക്. ലോക്ക്ഡായി പോയി. ഇനിയിപ്പോ എന്താ ചെയ്യുക? സതീഷ് സാറിനെ വിളിച്ചാലോ? കുറച്ച് കഴിയട്ടെ, ആ വാച്ചിറങ്ങാനും കയറി വന്നേക്കും. എന്നാൽ അവനെന്തിനാ ലോക്ക് ചെയ്തത്? അവനെ ആള് തീരെ ശരിയല്ല കേട്ടോ. ആ വാ, നമുക്ക് നമ്മുടെ വർക്ക് തീർക്കാം. ഡോക്ടർ വിനയൻ മരിച്ചു. മോർച്ചറിലേക്ക് മാറ്റുകയാണ്. പെട്ടെന്ന് എന്താ സംഭവിച്ചത്? അയാൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മെഡിസിനോട് റെസ്പോണ്ടും ചെയ്തു തുടങ്ങിയിരുന്നു. പെട്ടെന്നാ മാറ്റം കണ്ടത്. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിയാതെ ഒന്നും പറയാനൊക്കില്ല. എന്നാലും മരണകാരണം? കാർഡിയാക് അറസ്റ്റ് എന്നാ ആദ്യത്തെ നിഗമനം. എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണമായിരുന്നു. അതിപ്പോ വേണ്ട. എന്താ എടുത്താല്? ഗവൺമെന്റ് സീക്രട്ട് ഒന്നും അല്ലല്ലോ, ഒരു അനാഥ ഷോ അല്ലേ. അതിപ്പോ മേലെ അറിയിക്കാതെ. ഇതിന്റെ പേരിൽ വഴക്കൊന്നും വേണ്ട. നിങ്ങൾ ഫോട്ടോ എടുത്തോളൂ. സിസ്റ്റർ ഇവിടെ രാവിലെ തൊട്ടുണ്ടായിരുന്നല്ലേ? ആ. പതിവിന് വിപരീതമായിട്ട് ഇവിടെ എന്തെങ്കിലും നടന്നോ? ആ പോലീസുകാരൻ ഇന്ന് പേഷ്യന്റിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഓ, ഇന്നലെ വരെ അയാൾ തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അത് ശരി. സാറേ, ഞാനീ പറഞ്ഞൊന്നും പത്രത്തിൽ എഴുതിയേക്കരുതേ. ഏയ് ഇല്ല, കുട്ടി ധൈര്യമായിട്ട് പറഞ്ഞു. ആ പോലീസുകാരന് വേണമെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ വരെ കൊടുക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ലേ? പിന്നെ ഞങ്ങൾ വല്ലപ്പോഴല്ലേ വരുന്നത്. വല്ലതും ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ
ഇഷ്ടംപോലെ ടൈം ഉണ്ടായിരുന്നു. സംശയാസ്പദമായിട്ട് എന്തെങ്കിലും കണ്ടിരുന്നു? അതെ, SIയും CIയും വരുന്നുണ്ട്. വന്നോട്ടെ, അതിനിപ്പോ എന്താ? എന്തായാലും പെട്ടെന്നുള്ള ഈ മരണം കുറച്ച് ഡൗട്ട്ഫുൾ ആണ്. അതിന് ഇത്രയും ദിവസം ചത്ത പോലെ കിടക്കുകയായിരുന്നില്ലേ, ഇപ്പൊ രക്ഷപ്പെട്ടു എന്ന് പറ. കുറ്റം ചെയ്തവർക്ക് അങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമോ സാറേ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഒന്നുമില്ല, നല്ലൊരു വാർത്ത കിട്ടിയെന്ന് പറയായിരുന്നു, അത്രേ ഉള്ളൂ. ഇല്ലാത്ത ഒന്നും എഴുതി പിടിപ്പിച്ചുകളയല്ലേ സാറേ. എങ്കിൽ ഉള്ളത് പറ, വിനയൻ എന്താ പറ്റിയത്? ഡോക്ടർമാർക്ക് കൂടി അറിയില്ല, പിന്നെ അല്ലേ ഒരു ഇല്ലാത്ത ഞാൻ. സാറ് വേറെ ആളെ നോക്ക്. ശരി, എങ്കിൽ പിന്നെ എല്ലാം പറഞ്ഞതുപോലെ. എന്ത്? ഒന്നുമില്ല. ഓ, ഇത് വാതിലും തുറക്കോ? ആരില്ലേ ഇവിടെ? സതീഷ് സാർ, ഹലോ, സാർ, ആരില്ലേ ഇവിടെ? സതീഷ് സാർ, ഈ വാതിലൊന്ന് തുറക്കണേ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. സാർ, സതീഷ് സാർ. ഭയങ്കരമായി പോയി കേട്ടോ സാറേ. ആരാ ഇത് ചെയ്തത്? മുരളീകൃഷ്ണൻ. അയാൾക്ക് ഞങ്ങൾ വന്നത് തീരെ പിടിച്ചിട്ടില്ല. തുറന്നു പറഞ്ഞു സാറേ, ഞങ്ങൾ അങ്ങ് പോയേക്കാം. മുരളിയാണ് ഇത് ചെയ്തതെന്ന് ഉറപ്പാണോ? അതെ സാറേ, ഞങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ഉടക്കിട്ടാ പോയത്. പോകുന്ന വഴിക്ക് വാതിൽ പൂട്ടുകയും ചെയ്തു. നിങ്ങൾക്ക് എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ? ഇവളാ പറഞ്ഞത് സാറിനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന്. ഈ നിസ്സാര കാര്യത്തിന് പുറത്തു പോയ ആളെ വിളിക്കണ്ടെന്ന് വെച്ചു. ഞങ്ങള് വർക്ക് തീർന്നപ്പോഴാ വാതിൽ പൂട്ടിയെ. സാർ, അയാൾ അബ്നോർമൽ ആണോ? നിങ്ങളൊന്ന് ഇരിക്കേ, ഞാനിപ്പോ വരാം. ഡാ, നമുക്ക് ഇവിടുന്ന് അങ്ങ് വിട്ടാലോ? വരട്ടെ, എന്താ ഉണ്ടാവും പോണെന്ന് അറിയണമല്ലോ. അവൻ ജാട കാണിച്ചിട്ട് പോയതാ. ഇനി അവന്റെ പൊടി പോലും കാണാൻ പോകുന്നില്ല. അതിനാ സാധ്യത. നീ വാ. ആരാണത്? നീ എന്താ ഇവിടെ ചെയ്യുന്നേ? നീ എന്താ കാണിക്കുന്നേ? നിനക്കെന്താ പറ്റിയ? എന്താ സാർ, എന്തുപറ്റി? ഓഫീസ് റൂമിൽ അവൻ എന്താ ചെയ്തിട്ടുണ്ട്? അവിടെ ആകെ അലങ്കോലമൊക്കെ ഇരിക്കുക. അവൻ എവിടുന്നുള്ളതാ സാർ? ഫൈൻ ആർട്സിലുണ്ടായിരുന്നെന്നാ പറഞ്ഞേ. രവിമാഷ് പറഞ്ഞു വിട്ടതാ. ഫൈൻ ആർട്സിലോ? ഫൈൻ ആർട്സിൽ ഇതുവരെ ഞാൻ അവനെ കണ്ടിട്ടില്ല. ഉറപ്പാണോ? കഴിഞ്ഞ 6-7 വർഷമായിട്ട് അവിടെ കയറി ഇറങ്ങി നടക്കുന്നവനെ ഞാൻ. ബട്ട് ഹീസ് ടാലന്റഡ്. അസലായിട്ട് വരയ്ക്കും. പക്ഷെ അപകടകരമായ എന്തോ അവനിലുണ്ട്. യെസ്, സംതിങ് ഡെവിളിഷ്. അവനെ കണ്ടപ്പോ തന്നെ എന്തോ പ്രശ്നം തോന്നി. അവൻ ഞങ്ങളിവിടെ പൂട്ടിയിട്ടത് ഓഫീസ് റൂമിൽ കയറാൻ വേണ്ടിയിട്ടായിരിക്കണം. അതെ, കക്ഷി അവിടെ എന്തോ കണ്ടുവച്ചിട്ടുണ്ട് സാർ. അവന്റെ കണ്ണീന്ന് ചോര ഒഴുകുന്നുണ്ടായിരുന്നു. അത് ചോരയൊന്നുമല്ല സാർ, വെറും ചായ. ചിലപ്പോ വട്ടഭിനയിച്ചതായിരിക്കും. എന്തോ ഒരു പിടിയും കിട്ടുന്നില്ല. സംതിങ് സ്ട്രേഞ്ച്. സാറേ, ഓഫീസിൽ നിന്ന് വല്ലതും കാണാതായിട്ടുണ്ടോ? നോക്കട്ടെ. ഒന്ന് പോലീസിൽ അറിയിക്കുന്നത് നന്നായിരിക്കും സാർ. രഘു, ഐ ലൈക്ക് ദിസ് പ്ലേസ്. ശരിക്കും ഒരു പ്രേതാലയം. ശരിയാ, നിനക്ക് പറ്റിയ സ്ഥലം. നിന്റെ മുത്തി അമ്മൂമ്മ പ്രേതായിരുന്നല്ലോ. അതെ അതെ, ആ പാരമ്പര്യം കുറച്ച് എനിക്കുണ്ട്. നീയൊന്ന് സൂക്ഷിച്ചോ. അതല്ല, പേര് മുരളീകൃഷ്ണൻ. ഫൈൻ ആർട്സിലെ ഡ്രോപ്പ് ഔട്ടാണ്. അതെ, രവിമാഷല്ലേ പറഞ്ഞു വിട്ടത്? ഓ ശരി ശരി, ഓക്കെ സർ, ഓക്കെ ശരി. ഇതിപ്പോ കാര്യങ്ങൾ കൂടുതൽ ദുരൂഹമായ മട്ടാണ്. അതെന്താ? മുരളീകൃഷ്ണൻ എന്ന പേരുള്ള നമ്മൾ പറയുന്ന പ്രത്യേകതകളുള്ള ഒരാൾ ഫൈൻ ആർട്സിലില്ല. കഴിഞ്ഞ ബാച്ചിൽ പുറത്താക്കിയതാണ്. കഴിഞ്ഞ ബാച്ചിൽ മുരളീകൃഷ്ണൻ എന്ന പേരുള്ള ഒരാൾ ഉണ്ടായിരുന്നു. അയാളിപ്പോ എറണാകുളത്ത് ഇതൊരു ആർട്ട് ഗാലറിയിൽ വർക്ക് ചെയ്യുക. ഓഹോ, അത് ശരി. അപ്പൊ ഇവിടെ വന്നയാൾ കോളേജിൽ പഠിച്ച നല്ല ആർട്ടിസ്റ്റുകളൊക്കെ അവരറിയും. പക്ഷെ ഇയാളെ രവിമാഷാണ് അയാളെ അയച്ചത്. രവിമാഷിയെ ഞാൻ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു വിട്ടത് ഞാൻ പറഞ്ഞ മുരളീകൃഷ്ണയാ. പക്ഷെ അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല, ലീവ് കിട്ടാത്തോണ്ട്. മൈ ഗോഡ്. എങ്കിൽ പിന്നെ ആരാണ് ഇയാൾ? ഒരു പിടിയുമില്ല. അൺനാച്ചുറൽ ആയിട്ട് എന്തോ ഇതിലുണ്ട്.
എന്റെ മുറിയിൽ നിൽക്കുമ്പോൾ അവന്റെ കണ്ണിന്ന് ചോര ഒഴുകുന്ന പോലെ തോന്നിയിരുന്നു എനിക്ക്. മുഖത്ത് മുഴുവൻ ചായം തേച്ചിരുന്നു എന്നല്ലേ പറഞ്ഞത്? എങ്കിൽ പിന്നെ ചിലപ്പോ അത് അല്ല, അത് പെയിന്റ് അല്ലെന്ന ശക്തമായ തോന്നലാണ് എനിക്ക്. സാറൊന്നും പറഞ്ഞില്ല. പണ്ട് ചിത്രാലയം തുടങ്ങുന്ന സമയത്ത് കൊട്ടാരത്തിലൊരു ചിത്രകാരുണ്ടായിരുന്നു. അയാൾ കഥകളി സമയത്തിലും മിടുക്കനായിരുന്നു. വിചിത്ര മനുഷ്യൻ, എപ്പോഴും ലഹരിയിലായിരിക്കും. അയാൾ ചിത്രം വരയ്ക്കുന്നിടത്തേക്ക് ഒരാൾക്കും പ്രവേശനമില്ല, രാജാവാണെങ്കിൽ പോലും. ഒരിക്കൽ ഇളയറാണിയുടെ എണ്ണച്ചായ ചിത്രം അയാൾ വരയ്ക്കുന്നത് ജനലിലൂടെ ഞാൻ കാണാനിടയായി. ഓരോ ബ്രഷ് സ്ട്രോക്ക് കഴിയുമ്പോഴും അയാൾ ക്യാൻവാസിലേക്ക് വെറുപ്പോടെ കാർത്തുപ്പുമായിരുന്നു. വെറുപ്പായിരുന്നു അയാളുടെ ഊർജം. പെട്ടെന്നൊരു നൊടി അയാൾ വരയ്ക്കുന്നത് നിർത്തി. എന്നിട്ട് പിന്നിലൊരാൾ നിൽക്കുന്നത് തിരിച്ചറിഞ്ഞ മട്ടിൽ അയാൾ എന്നെ തിരിഞ്ഞു നോക്കി. എന്നിട്ടെന്തുണ്ടായി സാർ? പ്രാകൃത ഗോത്രവർഗക്കാർ ആഭിചാരം ചെയ്യുന്നത് പോലെ അയാളുടെ മുഖത്ത് കടുത്ത ചായം കൊണ്ട് വരച്ചിരുന്നു. അയാൾ എന്റെ നേരെ നിർനിമേഷനായി നോക്കി നിന്നു. പതുക്കെ കണ്ണുകളിൽ നിന്ന് ചോരയൊഴുകാൻ തുടങ്ങി. അച്ഛന് തോന്നിയതാണോ? അല്ല, ഞാൻ കണ്ട കാര്യമാണ് ഈ പറയുന്നത്. എന്നിട്ട് ഞാനാണ് ഭയന്നത്. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടണമെന്ന് തോന്നി. തീരെ ചെറിയ പ്രായമായിരുന്നു എനിക്കെന്ന്. സാറുകാരോടും പറഞ്ഞില്ലേ? ഈ കാഴ്ച കണ്ട് ഒരാഴ്ചയോളം ഞാൻ പനി പിടിച്ച് കിടപ്പിലായി. പിന്നെ കേട്ട വാർത്ത കുറച്ച് ക്രൂരമായിരുന്നു. അയാൾ വരച്ച ചിത്രങ്ങൾ ശരീരത്തോട് ചേർത്ത് കെട്ടി സ്വന്തം മുറിയിൽ തീ കൊളുത്തി മരിച്ചു. അപ്പം അയാളോടൊപ്പം വരച്ച ചിത്രങ്ങളും ചാരമായല്ലേ? അതെ. ഈ മുരളീകൃഷ്ണൻ വന്ന ദിവസം ഞാൻ അയാളെ സ്വപ്നം കണ്ടു. എനിക്കിത് തീരെ പിടികിട്ടുന്നില്ല സർ. കലയുടെയും കലാകാരന്റെയും വഴികൾ ദുരൂഹമാണ്. കലാകാരൻ സൃഷ്ടി നടത്തുമ്പോൾ അയാൾ ഈശ്വരനോട് അടുക്കുന്നു എന്ന് പറയാറില്ലേ? ചിലർക്ക് ആഭിചാരമാണ് കലാപ്രവർത്തനം. സൃഷ്ടിയോടൊപ്പം അവനവനെ തന്നെ സംസ്കരിച്ചുകൊണ്ടാണ് അവർ പാരമ്യത്തിലേക്ക് എത്തുന്നത്. അല്ല, ഇത് എൻ്റെ ഒരു തിയറിയാണ്. അച്ഛൻ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? മുരളീകൃഷ്ണൻ പുനർജന്മമാണെന്നാണോ? ഞാനൊന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചതല്ല. യുക്തി കൊണ്ട് വിശദീകരിക്കാനാവാത്ത പലതുമുണ്ട് ഈ ലോകത്തിൽ. ഞാൻ എൻ്റെ അധ്യാത്മം കൊണ്ടാണ് അതിനൊക്കെ പരിഹാരം തേടാൻ ശ്രമിക്കുന്നത്. ഈ പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ ചിത്രാലയത്തിലെ പ്രതിഷ്ഠയിൽ ഒരു വിളക്ക് കൊടുത്തുന്ന സതീഷിനോട് ഞാൻ പറഞ്ഞിരുന്ന സതീഷ് ഓർക്കുന്നോ? ഈ അവിശ്വാസിയോട് തന്നെ അച്ഛനത് പറയണം. സതീഷ് ചെയ്യണ്ട. വിശ്വാസമുള്ള ആരോടെങ്കിലും പറയൂ. നകുലിനോട് പറയൂ. ഒരു വിശേഷ പൂജ ഞാൻ നടത്തുന്നുണ്ട്. ദുഷ്ടശക്തികളെ തിരിച്ചറിയാനും നല്ലവരെ ഇവിടെ എത്തിക്കാനും വേണ്ടി. എല്ലാം ഒരു വിശ്വാസമല്ലേ? ആ, എനിക്ക് വയസ്സായെന്ന് കൂട്ടിയാൽ മതി. സതീഷില്ലേ? ഉണ്ട്. മോളിൽ ചിത്രം വരയ്ക്കുന്ന മുറിയിലുണ്ട്. ആ സതീഷേ, ഇത് മായ, പെയിന്ററാ. മായ, സതീഷ്. ഹലോ.
നിന്റെ വർക്കൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നില്ലേ? സംഭവം കൊള്ളാട്ടോ. കക്ഷി എവിടേക്കാ പോയത്? എടാ, ആളൊരല്പം എക്സെൻട്രിക്കാ. ഉം. ഈ ബിൽഡിംഗ് കയറിയപ്പോ തൊട്ട് ഒരു ട്രാൻസിൽ പെട്ടതുപോലെയാ. ഓ, ഇവിടെ വന്നവരെല്ലാം ഈ ടൈപ്പ് കക്ഷികളാ. അയ്യോ സാറേ, ഞങ്ങളാ ടൈപ്പേ അല്ല, വെരി ഓർഡിനറി. അതെ, ഇത്തിരി വരയ്ക്കുന്നേ ഉള്ളൂ, വേറെ ദോഷമൊന്നുമില്ല. ഓക്കെ. എടാ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുക. ചെല്ല്. മായ നിന്നെ ഏൽപ്പിച്ചു, എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു. ഓക്കെ ഓക്കെ, ശരി എന്നാ. ഓക്കെ. സാറേ, ആ കക്ഷി മുങ്ങിന്നാ തോന്നണേ. ആ, ഞാനൊന്ന് നോക്കട്ടെ. ഇതാ വരുന്നു. മായേ, ഈ ചിത്രം ഇതാരുടെയാ? ഇളയെടുത്തമ്മ മഹാറാണിയാണ്. ഇവരുടെ യൗവനകാലം എനിക്ക് വരച്ചു കിട്ടണം. മായ്ക്ക് കഴിയൂ? ഒരു മോഡലിനെ ഞാൻ തരാം, പക്ഷെ മോഡലിന്റെ മുഖമല്ല എനിക്ക് വേണ്ടത്. മനസ്സിലായി, യഥാർത്ഥ റാണി. അതെ, അത് ഞാൻ ചെയ്യാം. ഐറിഷ് വൈറ്റ് വൈനാ, ഒട്ടും സ്വീറ്റ് അല്ല. ആ, ചവർപ്പ. നല്ലതൊക്കെ ഇങ്ങനെയാ, ഇത്തിരി ചവർപ്പും കയ്പും ഒക്കെ ഉണ്ടാവും. അതെ, നിന്റെ മായയെ പോലെ. എന്റെ മായയോ? നിനക്കവളെ നന്നായിട്ട് പിടിച്ചല്ലേ? ഗംഭീരാണ് അവളുടെ പെയിന്റിംഗ്. എന്തോ ഉൾവിളി കിട്ടിയതുപോലെയാണ് വർക്ക്. ഔട്ട്സ്റ്റാൻഡിങ്. നിന്റെ ഗേൾഫ്രണ്ട് ആണോ? ബെസ്റ്റ്. ഷീസ് മൈ പേഷ്യന്റ്. മൈ ഗുഡ്നസ്. അപ്പൊ വട്ട ചിരിക്കുകയാണോ? ഒരു മനോരോഗിയാണോ നീ? അതങ്ങനല്ലടാ. എനിക്ക് ഭ്രാന്താണോന്ന് സംശയം. അങ്ങനെ പറഞ്ഞ അവൾ ആദ്യം എൻ്റെ അടുത്ത് വന്നത്. ഇടയ്ക്ക് ഒരു ട്രാൻസിൽ പെട്ടതുപോലെ നിൽക്കുന്ന ലോകമായിട്ട് ഒരു ബന്ധവും ഇല്ലാതാവും. എന്നിട്ട് അവൾക്ക് കുറച്ച് വിഷൻസ് ഉണ്ടാവും. എന്നല്ല, കുറെ ഇമേജസ്. എല്ലാം ഏതാണ്ട് പൂർവ്വജന്മത്തിലെ ഓർമ്മകൾ പോലെ. ഓ, ഇൻട്രസ്റ്റിംഗ്. അവൾ പറയുന്ന സംഭവങ്ങളും ഇമേജസും എല്ലാം ശരിക്കും രാജകീയമായിരുന്നു. തിരുവിതാംകൂർ കൊട്ടാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ. സത്യം പറഞ്ഞ അത് തിരിച്ചറിഞ്ഞപ്പോഴാ അവള് നിനക്കുപകാരപ്പെടുമല്ലോ എന്ന് എനിക്ക് തോന്നിയത്. പക്ഷെ അവൾ അബ്നോർമൽ അല്ലേ? അല്ല, അവിടെ കണ്ട ചിത്രകാരന്മാരെ പോലെ ഓർഡിനറിയോ അല്ല. ഓ, എടാ, ഓരോ മനുഷ്യരും യുണീക്കാണ്, വ്യത്യസ്തരാ. ആ വ്യത്യസ്തത ശക്തമാകുന്നത് നല്ലൊരു ആർട്ടിസ്റ്റിലാണ്. എല്ലാം ശരി തന്നെ. എന്നാലും നിന്റെ ചികിത്സയിലിരിക്കുന്ന ഒരാളെ... നീ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? എടാ, എന്നെ കൺസൾട്ട് ചെയ്യാൻ വരുന്നവരെല്ലാം ഉയർന്ന ഉദ്യോഗം വഹിക്കുന്നവരാ. ബാങ്ക് ഉദ്യോഗസ്ഥർ, കോളേജ് പ്രൊഫസർ, എന്തിന് പ്രീസ്റ്റ് വരെയുണ്ട്. അവരെയൊക്കെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ അതൊക്കെ പ്രാകൃതമായ ചിന്തയാ. നീ അങ്ങനെ ആകരുത്. ഒക്കെ ശരി തന്നെ. മാനവേന്ദ്രൻ സാറിനോട് കൂടി ചോദിച്ചിട്ട്... ആയിക്കോട്ടെ, നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ അപ്പൊ തന്നെ അവളെ പറഞ്ഞു വിട്ടോ. സതീശേ, പനിയും ചുമയും വന്നെന്ന് കരുതി നമ്മളൊരാളെ പേടിക്കാറുണ്ടോ? അത്രേ ഉള്ളൂ. ഇതും നിന്നോടൊക്കെ ഇങ്ങനെ പറയേണ്ടി വരുന്നത് തന്നെ കഷ്ടമാടാ. നീ വെറുതെ ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കാതെ അതങ്ങോട്ട് കഴിച്ചേ.